കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മക്കുവള്ളി എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു വനഗ്രാമത്തിലെ കാഴ്ചകളാണ് കണ്ടത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് തൊട്ടടുത്ത് തന്നെ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള മറ്റൊരു സ്ഥലം കൂടിയുണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മക്കുവള്ളിയേക്കാളേറെ കാടിനകത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കൈതപ്പാറ എന്ന് പറയുന്ന ഒരു അടിപൊളി വനഗ്രാമത്തിലെ കാഴ്ചകളാണ്. നമ്മൾ ഉടുമ്പന്നൂർ എന്ന് വരുമ്പോൾ ഈ കാണുന്ന ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വേണം നമുക്ക് കൈതപ്പാറയിലേക്ക് പോകാനായിട്ട്. ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ റോഡിൻ്റെ ആ ഒരു കണ്ടീഷനെല്ലാം മാറും. ഇപ്പോൾ മഴക്കാലത്തിൻ്റെ ആ ഒരു തുടക്കം ടൈം ആയതുകൊണ്ട് തന്നെ റോഡിൽ നല്ല രീതിയിൽ ചെളി നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി മഴ നല്ല രീതിയിൽ കടുക്കുന്ന ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഈ റൂട്ടിൽ കാർ കൊണ്ട് പോകുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു ടാസ്കും അല്ല. കാരണം നല്ല കയറ്റവും നല്ല ഓഫ് റോഡ് ആയിട്ടുള്ള വഴി ആയതുകൊണ്ട് തന്നെ നമുക്ക് കാറോ അല്ലെങ്കിൽ 4x4 ജീപ്പാണെങ്കിൽ പോലും കുറച്ച് ബുദ്ധിമുട്ടിയായിരിക്കും മഴക്കാലത്തൊക്കെ കയറി പോകാൻ പറ്റും. പിന്നെ ഈ റൂട്ടിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ പോകുന്ന കൈതപ്പാറ എന്ന് പറയുന്ന സ്ഥലം നല്ലപോലെ കാടിനകത്തായിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ കുറേ ദൂരം നമ്മൾ കാട്ടിലൂടെ ഇങ്ങനെ ഓടി വേണം കൈതപ്പാറ എന്ന് പറയുന്ന ആ ഒരു വില്ലേജിലേക്ക് എത്താനായിട്ട്. നമ്മൾ മക്കുവള്ളി പോയതുപോലെ അത്ര ഈസി ആയിട്ട് ഈ റൂട്ടിൽ നമുക്ക് പോകാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ നേരത്തെ കണ്ട ചെക്ക് പോസ്റ്റിൽ നമ്മുടെ ഡീറ്റെയിൽസ് എന്തിനാണ് ഇവിടെ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് അകത്തേക്ക് കയറി പോകാനായിട്ട് പറ്റൂ. നമുക്ക് ഇങ്ങോട്ട് പോകുന്നതിന് കൃത്യമായിട്ടുള്ള കാരണമില്ലാന്നുണ്ടെങ്കിൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് തന്നെ തിരിച്ചു വിടാറാണ് പതിവ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇത്തവണ ഇങ്ങോട്ടേക്ക് കയറിയെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോയുടെ ഇടയിൽ പറയാം. നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു ഏരിയ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ തടി ഡിപ്പോയുടെ ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ മിക്ക സ്ഥലങ്ങളിലും തടികളെല്ലാം വെട്ടിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ റൂട്ടിൽ കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ഒരു ക്ഷേത്രം നോക്കിയാണ് നമ്മൾ ഈ ഒരു റൂട്ട് വന്നത്. പക്ഷേ കുറച്ച് ദൂരം മുന്നോട്ട് ചെന്നപ്പോഴാണ് വഴി മാറിപ്പോയെന്നുള്ളത് മനസ്സിലായത്. ശരിക്കും നമ്മൾ പോവേണ്ടിയിരുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ള റൈറ്റ് ടേൺ ആയിരുന്നു. എന്തായാലും വഴി മാറിപ്പോയെന്നുള്ളത് മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു വന്ന് ഇനി കറക്റ്റായിട്ടുള്ള വഴിക്ക് പോകാം. നമ്മൾ നേരത്തെ റൈറ്റ് തിരിഞ്ഞ സ്ഥലത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് ഈ വഴി പോകേണ്ടത്. കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഒരു ടേൺ വരുന്നുണ്ട്. ആ റൂട്ടിലാണ് ഇവിടുത്തെ ആ ഒരു ക്ഷേത്രത്തിലേക്കുള്ള വഴി. നിങ്ങൾ കാടും അതുപോലെ തന്നെ ഓഫ് റോഡെല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ മക്കുവള്ളിയിലേക്കുള്ള വഴി നിങ്ങൾക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ഒരു വഴി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം അതിനേക്കാളേറെ ഓഫ് റോഡായിട്ടുള്ള വഴികളാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതുമാത്രമല്ല, മക്കുവള്ളിക്ക് പോകുന്നതിനേക്കാൾ ഒരുപാട് ആനിമൽസിൻ്റെ പ്രസൻസ് ഉള്ളൊരു കാടെന്ന് പറയുന്നത് ഇവിടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഴയെല്ലാം തുടങ്ങിയ ടൈം ആയതുകൊണ്ട് തന്നെ വഴിയിൽ നല്ല രീതിയിൽ ചെളിയുണ്ട്. നമ്മൾ ഈ ചെളിയിലൂടെ വണ്ടി ഓടിച്ച് പോകുന്ന ടൈമിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി രണ്ട് സൈഡിലേക്കും പാളിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. സാധാരണ 4x4 ജീപ്പും അല്ലെങ്കിൽ പിക്കപ്പും മാത്രം പോകുന്ന വഴിയിലൂടെയാണ് നമ്മുടെ ഹാഷ് ബാക്ക് കാറും കൊണ്ട് നമ്മളിപ്പോൾ വളരെ റിസ്ക് എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്നതിൻ്റെ കാരണവും അതുപോലെ എങ്ങനെയാണ് നമ്മൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറിയെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പുറകെ പറയാം. നമ്മൾ ഈ റൂട്ടിൽ കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും ഇതേ രീതിയിൽ ഒരു ചെറിയ ചപ്പാത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ നല്ല മൺസൂൺ ടൈമിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ചപ്പാത്തിന് മുകളിലൂടെ ഈ പുഴ കര കവിഞ്ഞൊഴുകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ വെള്ളത്തിലൂടെ ഒരുപാട് വണ്ടികൾ വരുന്ന വീഡിയോസൊക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ചപ്പാത്തിന് ചെറിയൊരു വളവുള്ളതുകൊണ്ട് തന്നെ മഴക്കാലത്ത് അതേ കണ്ടീഷനിൽ നമ്മൾ വണ്ടി ഓടിച്ച് പോകുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഈ കാണുന്ന റൈറ്റിലേക്ക് തിരിഞ്ഞാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ടെമ്പിളിലേക്ക് പോകേണ്ടത്. വണ്ടിയുടെ കണ്ടീഷൻ നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ ഈ ഒരു റൂട്ടൊക്കെ പോകാനായിട്ട് പറ്റൂ. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് വീടുകളോ അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആളുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് വണ്ടിക്ക് എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ട്രാപ്പായി പോകും. കാരണം മൊബൈൽ നെറ്റ്വർക്കും കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആണിത്. എന്തായാലും ഈ റൂട്ട് കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ, നല്ല പച്ചപ്പും അതിനകത്തൂടെ ചെറിയൊരു വഴിയും പിന്നെ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ വള്ളിപ്പറപ്പുകൾ പോലെ നിൽക്കുന്ന ആ ഒരു കാഴ്ചയും ശരിക്കും നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. നമ്മുടെ മക്കുവള്ളി പോകുന്ന റൂട്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വണ്ടിയും കൊണ്ട് കയറാനൊക്കെ പറ്റിയെങ്കിലും ഈ റൂട്ട് അങ്ങനെ പോകാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ മക്കുവള്ളിയിൽ കണ്ട രീതിയിലുള്ള വഴികളോ അങ്ങനത്തെ ഓഫ് റോഡോ ഒന്നുമല്ല ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ കാണുന്ന വഴി വലിയ കയറ്റമോ അല്ലെങ്കിൽ അധികം ഗട്ടറോ ചെളിയോ ഒന്നുമില്ലാത്ത റോഡൊക്കെയാണ്. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് കൈതപ്പാറ പോകുന്ന റൂട്ട് ഈ റൂട്ടുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. കാരണം നല്ല രീതിയിൽ ഓഫ് റോഡും നല്ല കയറ്റങ്ങളും ഒക്കെ ആയിട്ടുള്ള വഴികളാണ്. സാധാരണ രീതിയിൽ പിക്കപ്പോ അല്ലെങ്കിൽ 4x4 ജീപ്പോ മാത്രമാണ് ആ റൂട്ടിൽ പോകാറുള്ളൂ. നമ്മൾ കാർ കൊണ്ടാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ പോകാനായിട്ടുള്ള സാധ്യതയില്ല.
പകുതിക്ക് വെച്ച് ചിലപ്പോൾ തിരിച്ചു പോരേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലായി നിൽക്കും എന്നൊക്കെയാണ് താഴത്തുനിന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നെ 4x4 ജീപ്പൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടും ഇതുപോലുള്ള വഴികൾ എന്നും ഒരു ഹരം ആയതുകൊണ്ടും എന്തായാലും റിസ്ക് എടുത്തിട്ടാണെങ്കിലും നമ്മുടെ വണ്ടിയായിട്ട് നേരെ മുകളിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാൻ തന്നെയാണ്. നമ്മൾ മുന്നോട്ട് പോകുന്തോറും വഴിയുടെ വീതി വളരെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീതി കുറവാണെങ്കിലും ഇനി ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്ന് ഒതുക്കണമല്ലോ എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. കാരണം ഈ റൂട്ടിൽ അങ്ങനെ വണ്ടികളൊന്നും വരാനില്ല. ഇന്നിപ്പോൾ കൈതപ്പാറ റൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കാറും പിന്നെ രാവിലെ കയറി പോയ ഒരു പിക്കപ്പും മാത്രമാണ് ഈ റൂട്ടിൽ പോയിട്ടുള്ളൂ. അതുതന്നെയാണ് ഈ റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒട്ടും തന്നെ വണ്ടികളുടെ തിരക്കൊന്നുമില്ലാതെ കാടും ഓഫ് റോഡും മഴയും എല്ലാം ആസ്വദിച്ച് നല്ലൊരു യാത്ര നടത്തണം എന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു റൂട്ട് തന്നെയാണ്. നമ്മൾ മുന്നോട്ട് പോകുന്തോറും റോഡിൻ്റെ കണ്ടീഷൻ കുറച്ചുകൂടി മോശമായി തുടങ്ങിയിട്ടുണ്ട്. കാരണം വീതിയുമില്ല, അതുപോലെ തന്നെ മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെ ചെളിയെല്ലാം കെട്ടിക്കിടക്കുന്നുണ്ട്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് വണ്ടി ചെളിയിലെങ്ങാനും പൂണ്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടു എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമുക്ക് വണ്ടി ഒന്ന് ചെളിയിൽ നിന്ന് തിരിച്ച് കയറ്റാനായിട്ടുള്ള യാതൊരു സജ്ജീകരണങ്ങളും കയ്യിലില്ല. അതുപോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ ഭാഗങ്ങളിലൊന്നും ഒരാൾ പോലുമില്ല. നമ്മൾ മക്കുവള്ളി പോയത് സോളോ ട്രിപ്പ് ആയിരുന്നെങ്കിൽ ഇത്തവണ കൈതപ്പാറയിലേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ ഒരാൾ കൂടിയുണ്ട്. ഇന്നത്തെ യാത്രയിൽ ഒരു മെയിൻ റോൾ വഹിക്കുന്നതും ആൾ തന്നെയാണ്. അപ്പോൾ ആളാരാന്നുള്ളതൊക്കെ ഞാൻ പുറകെ പരിചയപ്പെടുത്താം. നമ്മൾ മുന്നോട്ട് പോകുന്തോറും ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റുമോ എന്ന് കൺഫ്യൂഷൻ ആകുന്ന രീതിയിലുള്ളൊരു വഴിയാണ്. കാരണം ചെളിയും വഴിയുടെ ആ ഒരു കണ്ടീഷനും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ടെൻഷനുണ്ട്. കാരണം വണ്ടിക്ക് എന്തെങ്കിലും പണി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാടിനകത്ത് മറ്റൊരാൾ വരുന്നവരെ കഴിയേണ്ടി വരും. ആനയും കരടിയും പുലിയും എന്ന് വേണ്ട ഒരുവിധം എല്ലാ ആനിമൽസും ഉള്ളൊരു കാടുമാണിത്. കുറച്ചങ്ങ് ചെന്നപ്പോൾ റോഡിൻ്റെ കണ്ടീഷൻ കണ്ടില്ലേ, നല്ല രീതിയിൽ ചെളിയാണ്. ഇനി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തിരിച്ചു വരാനായിട്ട് ബുദ്ധിമുട്ടാകുമോ എന്നുള്ളൊരു ഡൗട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും ടെമ്പിൾ എത്താനായിട്ട് നിന്നില്ല. അതിനു മുമ്പ് തന്നെ വണ്ടി തിരിച്ച് നമ്മൾ കൈതപ്പാറ റൂട്ടിലേക്ക് പോയി. കൈതപ്പാറ റൂട്ടിലേക്കുള്ള ഈ യാത്രയാണ് ഇന്നത്തെ യാത്രയിലെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം റോഡിൻ്റെ കണ്ടീഷൻ നല്ല രീതിയിൽ മോശമായി തുടങ്ങുന്നത് ഈ ഭാഗത്തു നിന്നാണ്. നമുക്കിനി അങ്ങോട്ടേക്ക് റോഡെന്നൊന്നും പറയാൻ പറ്റില്ല. കോൺക്രീറ്റ് പോലും ഇല്ലാത്ത വഴികളാണ് മിക്ക സ്ഥലങ്ങളിലും. അതുപോലെ തന്നെ കരിങ്കല്ലും ചെളിയും ഈ കാണുന്ന രീതിയിലുള്ള വഴിയെല്ലാം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി വേണം മുകളിലേക്ക് കയറാനായിട്ട്. നമ്മളിപ്പോൾ കാണുന്ന രീതിയിലുള്ള കയറ്റങ്ങളൊന്നുമല്ല ഇനി വരാനിരിക്കുന്നത്. നല്ല കുത്തനെയുള്ള കയറ്റങ്ങളും അതിൻ്റെ ഒപ്പം തന്നെ നല്ലപോലെ ഓഫ് റോഡും. എൻ്റെ ഒപ്പം ഒരാളുണ്ടെന്ന് പറഞ്ഞല്ലോ. ആളുടെ അറിവിൽ ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ടിൽ ഒരു കാറ് കയറാൻ പോകുന്നത്. എന്തായാലും കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും കൈതപ്പാറയിൽ നമ്മുടെ കാർ എത്തിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ കാണുന്ന ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റോഡ് നല്ല രീതിയിൽ മോശമായിട്ടാണ് കിടക്കുന്നത്. വെള്ളം കുത്തിയൊലിച്ച് റോഡിൻ്റെ മിക്ക ഭാഗങ്ങളിലും കുഴി പോലെയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡിലേക്ക് പല സ്ഥലങ്ങളിലും മരവും ചെടിയൊക്കെ ആയിട്ട് ഇങ്ങനെ മറിഞ്ഞു വീണ് കിടക്കുന്നുണ്ട്. ചെറിയൊരു മഴയും കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ കാട്ടിലൂടെയുള്ള ഒരു യാത്ര എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ട്. പക്ഷേ വഴി ഇത്രയും മോശമായതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഈസി ആയിട്ട് കയറി പോകാമെന്ന് പറയുന്നതും നടക്കുന്ന കാര്യമല്ല. അത് ഈ കാണുന്ന വഴികളെല്ലാം കാണുമ്പോഴേക്കും നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇതുപോലെ ഏതെങ്കിലും ഒരു സൈഡൊക്കെ പിടിച്ച് മാത്രമാണ് നമുക്ക് കയറി പോകാനായിട്ട് പറ്റൂ. അതും കുറച്ച് റിസ്ക് എടുത്ത് അടിയൊന്നും തട്ടാതെ കയറുക എന്ന് പറയുന്നതും വലിയൊരു ടാസ്ക് തന്നെയാണ്. പിന്നെ എന്തിനാണ് ഇത്രയും റിസ്ക് എടുത്ത് ഈ ഒരു യാത്ര ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു യാത്രയുടെ ത്രില്ല് അതൊന്ന് വേറെ തന്നെയാണ്. കാരണം കാടും കാട്ടുമൃഗങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതുപോലുള്ള പുതിയ പുതിയ കാടുകളിലേക്ക് കയറുന്നതിൻ്റെ ആ ഒരു ത്രില്ലുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനേക്കാൾ വളരെ വലുതാണ്. ഈ കാട്ടിൽ ഒരുപാട് ആനിമൽസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. എന്തൊക്കെ ആനിമൽസ് ആണ് ഉള്ളതെന്നും ഈ കാടിൻ്റെ വിശേഷങ്ങളൊക്കെ എൻ്റെ ഒപ്പം ഉള്ള ആളുടെ അടുത്ത് തന്നെ നമുക്കൊന്ന് ചോദിച്ചാലോ. ചേട്ടൻ ഈ റൂട്ടിൽ വന്നപ്പോഴത്തേക്കും എന്തൊക്കെ മൃഗങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ട്? ഇതുവരെ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരടീനെ കണ്ടിട്ടുണ്ട്, പോത്തിനെ കണ്ടിട്ടുണ്ട്, പ്ലാവ്, മാന, അതുപോലെ തന്നെ കുരങ്ങ്, മരേണൻ, ഇങ്ങനെയുള്ള അണുങ്ങ്, ഇങ്ങനെയുള്ള മിക്ക മൃഗങ്ങളും ചെറുമൃഗങ്ങളെ
പുലി കടുവയോ? പുലി കടുവ പുലി ധാരാളമായിട്ടുണ്ട്, പല എണ്ണത്തിനും കണ്ടിട്ടുണ്ട്. പുലിനെ കണ്ടിട്ടുണ്ട്. ആ പുലിയൊക്കെ ഉള്ള ഏരിയ ആണല്ലേ? പുലിയൊക്കെ ഉള്ള ഏരിയ. പുലിയുടെ എല്ലാ വീടുകളും പല പറയും. സംഭവം അടിപൊളി കാണാണ്, ഒരു രക്ഷയില്ല. കാട് നല്ല രസമുണ്ട്. പോണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇവിടെ കയറും. ഇവിടെ ഇങ്ങനെ കയറി അപ്പുറത്തെ ഉടലേക്ക് കയറുക. ഓ നടന്നു പോകുമ്പോ തൊട്ടാ ഈ റോഡ് നടക്കാനാ, വഴി റോഡ് നടക്കണം. ഇപ്പൊ വഴി ഇല്ലല്ലേ? വഴിയില്ല, കാരണം നടപ്പുകാരില്ല. പണ്ട് നടപ്പാട് എപ്പോഴും കാണുമായിരിക്കും. നടപ്പുകാർ എപ്പോഴും ഉണ്ട്. ഇവിടുന്ന് ഒന്നിച്ചു പോയാലും നടന്നു പോകുന്നതിന് ആദ്യം മലയച്ചിട്ട് ജീപ്പൊക്കെ വന്നാലും അവിടുന്ന് ഇങ്ങോട്ടും ആണല്ലേ നടന്നു പോകാൻ കോട്ടക്കോളം ചെന്നൊരു ചായ കുടിക്കുമ്പോഴേ ജീപ്പുണ്ട് അവിടെ എത്തുള്ളൂ. ഇങ്ങനെ ഈ പഴയ കഥകളൊക്കെ ഇങ്ങനെ കേട്ട് പോകാനായിട്ടൊരു രസം തന്നെ കേട്ടോ. കാരണം വേറെ ആരുമില്ല, നമ്മൾ രണ്ടുപേര് മാത്രം ഈ കാട്ടിലൂടെ ഇങ്ങനെ കഥയെല്ലാം പറഞ്ഞ് കാടും ഈ കാണുന്ന വഴിയെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ പോകുന്നു. മൊബൈൽ ഫോണും അതുപോലെ തന്നെ തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഷെഡ്യൂളെല്ലാം മാറ്റിവെച്ച് ഇതുപോലെ ആദ്യമായിട്ട് കാണുന്ന കാട്ടിലെ കാഴ്ചകളും വഴിയെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരു വഴിയിലൂടെയുള്ള യാത്രയും ഈ ഒരു ഫീല് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര ത്രില്ലായിരിക്കും അല്ലേ? കാരണം ഓരോ വളവ് നമ്മൾ കഴിഞ്ഞ് ചെല്ലുമ്പോഴും തൊട്ടു മുമ്പിൽ നമ്മൾ എന്താണ് കാത്തിരിക്കുന്നതെന്നുള്ള യാതൊരു ഐഡിയ ഇല്ലാതെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കാട് എന്നെ ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇതുപോലുള്ള യാത്രകൾക്കെല്ലാം എനിക്ക് ധൈര്യം കിട്ടുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് ഈ കാണുന്ന രീതിയിലുള്ള ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മലയുടെ അങ്ങ് അറ്റത്തായിട്ട് മഴ പെയ്യുന്ന ആ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാം. നമ്മൾ ഈ കാണുന്ന പാറയുടെ താഴെ മിക്കപ്പോഴും തേൻ ഉണ്ടാവാറുണ്ട്. ആ തേനീച്ചക്കൂട്ടിൽ നിന്ന് തേൻ എടുക്കാനായിട്ട് ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകൾ മിക്കപ്പോഴും വരാറുണ്ട്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ചെറിയ 1-2 റിവർ ക്രോസിംഗ് എല്ലാം കാണാനായിട്ട് പറ്റും. നമ്മൾ മഴക്കാലം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു ടൈമിലൊക്കെയാണ് ഈ റൂട്ടിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കണ്ട ആ ചെറിയ റിവർ ക്രോസിംഗ് ഒക്കെ അല്ലേ, നല്ല രീതിയിൽ ആ ഭാഗത്തെല്ലാം വെള്ളം ഉണ്ടാവും. നമ്മൾ ഈ പോകുന്ന വഴിക്ക് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഈ ചെറിയ ചെറിയ ഫോൾസ് കാണാനായിട്ട് പറ്റും. ഈ ഭാഗത്ത് വേനലാണെങ്കിലും വെള്ളം വറ്റാറില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ കൈതപ്പാറയിലേക്ക് അടുക്കുന്തോറും റോഡിൻ്റെ കണ്ടീഷൻ നല്ല മോശമായി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ റോഡെന്നൊന്നും പറയാൻ പറ്റില്ല. വെള്ളമെല്ലാം ഒഴുകി റോഡിലെ മണ്ണെല്ലാം പോയി മിക്ക സ്ഥലങ്ങളിലും നല്ലപോലെ ഓഫ് റോഡായിട്ടാണ് കിടക്കുന്നത്. നമ്മൾ മഴക്കാലത്ത് ഈ റൂട്ട് വരികയാണെങ്കിൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു മരവോ വല്ലതും മറിഞ്ഞ് വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റുന്നത് വരെ നമുക്ക് ഈ റൂട്ടിൽ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മരം വീണ് കഴിഞ്ഞാൽ അത് എടുത്തു മാറ്റുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. പിന്നെ നമുക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് താഴെയുള്ള ഫോറസ്റ്റ് സ്റ്റേഷനിൽ അറിയിക്കുകയോ അല്ലെങ്കിൽ ഇതിന് ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആളുകളെ വിളിച്ചറിയിക്കുകയാണ്. അങ്ങനെ വിളിച്ചറിയിക്കണമെങ്കിൽ പോലും നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ റേഞ്ച് കിട്ടുക എന്ന് പറയുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ചില ഭാഗങ്ങളിൽ മാത്രമാണ് നമുക്ക് മിക്ക നെറ്റ്വർക്കിനും റേഞ്ച് കിട്ടാൻ സാധ്യതയുള്ളൂ. നേരെ മറിച്ച് നമ്മൾ കൈതപ്പാറ ചെല്ലുകയാണെങ്കിൽ അവിടെ BSNLൻ്റെ ടവർ ഉള്ളതുകൊണ്ട് തന്നെ BSNLന് നമുക്ക് നല്ല രീതിയിൽ റേഞ്ച് കിട്ടുന്നുണ്ട്. നമ്മളീ പോകുന്ന കൈതപ്പാറ എന്ന് പറയുന്നത് കാടിനകത്തുള്ള ചെറിയൊരു ഗ്രാമമൊക്കെ ആണെങ്കിലും നമുക്ക് കടകളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ കാണാനായിട്ട് പറ്റില്ല. അവിടെ ആകെ ഉള്ളതെന്ന് പറയുന്നത് കുറച്ച് പള്ളികളും അതുപോലെ തന്നെ കുറച്ച് വീടുകളും പിന്നെ കുറേ തോട്ടങ്ങളുമൊക്കെയാണ്. പണ്ട് കാലത്ത് ഒരുപാട് ആളുകൾ താമസിച്ചിരുന്ന ഒരു വനഗ്രാമമായിരുന്നു കൈതപ്പാറ എന്ന് പറയുന്ന ഈ സ്ഥലം. ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ ഇവിടുത്തെ ഫെസിലിറ്റീസിൻ്റെ കുറവുമെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകളിൽ ഭൂരിഭാഗം ആളുകളും ഈ കാടെല്ലാം വിട്ട് ഇപ്പോൾ താഴെ ടൗണിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ് താമസിക്കുന്നത്. അങ്ങനെ ഫൈനലി ഒരുപാട് മണിക്കൂറത്തെ യാത്രകൾക്ക് ശേഷം നമ്മൾ കൈതപ്പാറ എന്ന് പറയുന്ന ആ ഒരു വില്ലേജിൻ്റെ അടുത്തേക്ക് എത്തി. ഏറ്റവും ടോപ്പിലേക്ക് എത്തിയ ആ ഒരു ടൈമിൽ റോഡിൻ്റെ കണ്ടീഷൻ അത്ര മോശമല്ലാത്തൊരു രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി പോകുമ്പോൾ നമുക്ക് BSNLൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ടെലിഫോൺ ടവറും അതുപോലെ തന്നെ ഇവിടെ ഉള്ളൊരു പള്ളിയെല്ലാം കാണാം.
നമ്മൾ പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊരു ഫോറസ്റ്റ് ക്യാമ്പ് ഷെഡ് കാണാനായിട്ട് പറ്റും. അവിടെ നിന്ന് നേരെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ കാണുന്ന ആർച്ച് കണ്ടില്ലേ, ഇവിടെ നിന്നാണ് നമ്മുടെ കൈതപ്പാറ എന്ന് പറയുന്ന ആ ഒരു വില്ലേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടുത്തെ ഒരു വലിയ പള്ളി കാണാനായിട്ട് പറ്റും. ഇങ്ങോട്ടേക്കുള്ള വഴിയുടെ ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടതാണല്ലോ. ഇത്രയും ബുദ്ധിമുട്ടുള്ള വഴിയിൽ ഈ പള്ളി പണിയാനായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെ എത്തിച്ചു എന്നുള്ളത് ശരിക്കും ഒരു അത്ഭുതമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ കൈതപ്പാറയിലെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന പള്ളിയാണ്. ഈ കാണുന്നതാണ് എൻ്റെ ഒപ്പം വണ്ടിയിലുണ്ടായിരുന്ന ആള്. ജോസ് എന്നാണ് ആളുടെ പേര്. ജോസുവാപ്പൻ എന്നാണ് ഇവിടെ മിക്കവരും വിളിക്കുന്നത്. ജോസുവാപ്പൻ്റെ 14-ാം വയസ്സ് തൊട്ട് ഏകദേശം ഒരു 2 കൊല്ലം മുമ്പ് വരെ ആള് കൈതപ്പാറയിലായിരുന്നു താമസം. ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ആൾക്കൊരു വലിയ തോട്ടം എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ജോസുവാപ്പൻ്റെ തോട്ടത്തിൽ പോയി അവിടെ കുറച്ച് പരിപാടികളുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹോം സ്റ്റേയും കൈതപ്പാറയിലുണ്ട്. ഹോം സ്റ്റേ ഇപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ അല്ല, അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിനായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് കൈതപ്പാറയ്ക്ക് വന്നിട്ടുള്ളത്. കൈതപ്പാറയ്ക്ക് വരാനുള്ള റീസൺ ഇതായതുകൊണ്ടാണ് താഴെ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് കയറി പോരാനായിട്ട് പറ്റിയത്. ഇനി ഇങ്ങോട്ടേക്ക് ആരെങ്കിലും പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞ ഹോം സ്റ്റേ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കാടിൻ്റെ നടുക്കുള്ള ഹോം സ്റ്റേ ആയതുകൊണ്ട് തന്നെ അത്ര ഹൈഫൈ സെറ്റപ്പ് ഒന്നും പ്രതീക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വരരുത്. എന്തായാലും ഇവിടുത്തെ സ്റ്റേയുടെ ആ ഒരു കാഴ്ചകളും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് 2 സ്റ്റേ ആണ് ഇവിടെ മെയിനായിട്ടുള്ളത്. അതിൽ ഫസ്റ്റത്തെ ആ ഒരു റൂം എന്ന് പറയുന്നത് ഈ കാണുന്നൊരു ചെറിയ വീടാണ്. ഹോം സ്റ്റേ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു റിസോർട്ടിൻ്റെ സെറ്റപ്പ് ഒന്നും പ്രതീക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വരരുത്. ഇപ്പോൾ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഗസ്റ്റിനെ എടുക്കുന്നില്ല. ഈ സ്റ്റേയുടെ ബാക്ക് സൈഡിലായിട്ട് കുറച്ചുകൂടി കാടിനകത്തായിട്ടുള്ളൊരു സ്റ്റേ ആണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ബിൽഡിംഗ്. മെയിൻ്റനൻസ് വർക്ക് നടക്കുകയാണെങ്കിലും ഇനി എപ്പോഴാണ് ഓപ്പൺ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാം. അപ്പോൾ വിളിക്കാനായിട്ടുള്ള നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ കൈതപ്പാറയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്കുള്ള യാത്രയാണ്. തിരിച്ചു വരുമ്പോഴും നമ്മുടെ ചപ്പാത്ത് അതേ രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. നല്ല മഴയുള്ള ഒരു ടൈമിൽ ഈ ചപ്പാത്തിന് മുകളിലൂടെ വെള്ളത്തിലൂടെ വണ്ടി ഓടിച്ചു പോകുന്ന ആ ഒരു ഫീല് അതൊന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ നടക്കുമോയെന്ന് അറിയില്ല. എന്തായാലും കൈതപ്പാറ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ളൊരു ഗ്രാമത്തിലെ കാഴ്ചകളും അവിടുത്തെ കാട്ടിലെ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.